അവിടെ നിന്ന് നടന്ന് നമ്മളിപ്പോൾ കയാക്കിംഗ് സെക്ഷനിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ എൻട്രൻസ് ഫീസ് വരുന്നത് 10 രൂപയാണ്. ഇതിനകത്തേക്ക് കയറിയതിന് ശേഷം പിന്നെ അകത്തുള്ള കയാക്കിംഗ് റൈഡുകളിലൊക്കെ കയറാൻ വേറെ എമൗണ്ടാണ്. അത് എത്രയാണെന്ന് നോക്കട്ടെ ഏട്ടാ. കുറേ കയാക്കുകൾ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്, കുറേ വ്യത്യസ്ത തരത്തിലുള്ള കയാക്കുകൾ. അപ്പോൾ ഇതാണ് ഗിയർ ടൈപ്പ് കയാക്ക്, അതായത് ഈ ലഗേജുകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇപ്പോൾ ലോങ് ആയിട്ട് എവിടേക്കെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ലഗേജുകളൊക്കെ സൂക്ഷിക്കാൻ പറ്റിയൊരു സ്പേസ്. പിന്നെ അതുപോലെ തന്നെ കുറേ സിംഗിൾ കയാക്കുകൾ ഇരിക്കുന്നുണ്ട്. ഓരോ പ്രോഗ്രാമുകൾ നടത്തിയതിൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെയാണ് ഇതിനകത്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം, ഒരുപാടുണ്ട്. കയാക്കിൽ കയറാനുള്ള ജാക്കറ്റ്സും പിന്നെ തുഴ, പാഡിൽ നിന്നാണ് ഇതിനെ പറയാത്തത്, ഈ തുഴേനെ. ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മളിനി കയാക്കിലേക്ക് കയറാൻ പോണത്. നമ്മുടെ നാലുമണിക്കാറ്റ് സ്ഥാപനത്തിന്റെ ഓണറാണ്, ട്രെയിനർ എല്ലാമാണ്. അതൊക്കെ നമുക്ക് സ്ഥാപനത്തിനെ കുറിച്ചിട്ടും പിന്നെ ഈ കയാക്കിനെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരും. ഇത് പിന്നെ 2-3 ടൈപ്പ് കയാക്ക് ഉണ്ട്. സിറ്റിൻ കയാക്ക്, സിറ്റ് ഓൺ കയാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് പിന്നെ ബേസിക് ആയിട്ട് നമ്മളിവിടെ ട്രെയിൻ ചെയ്തിട്ടാണ് ഇവിടെ ഉള്ള ആൾക്കാരെ വിടുക. ചെറിയൊരു ഒന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് വിടുക. പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൽക്കാട് ടൂറാണ്. അത് രാവിലെ 6:30 മണി മുതൽ 9 മണി വരെ, അതുപോലെ 3:30 തൊട്ടിട്ട് പിന്നെ 7:30 വരെ. ക്ലോസിംഗ് ടൈം നമ്മളിപ്പോൾ ഇരുട്ടായി കഴിഞ്ഞാൽ നിർത്തും. ബോട്ട് സർവീസ് എല്ലാം നിർത്തും. സൺഡേ ഓപ്പൺ ആണോ? എല്ലാ ദിവസവും ഓപ്പൺ ആണ്. മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് കായാക്കിംഗ് ടൂറിന് മുൻകൂട്ടി ബുക്ക് ചെയ്യണം, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല, ഏത് സമയത്ത് വന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ കയാക്കിംഗ് ടൂറിൽ കണ്ടൽക്കാട് കാണാൻ പോണേന് മുൻകൂട്ടി ബുക്ക് ചെയ്യണം, അല്ലാത്ത സമയത്ത് നമുക്ക് ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് കംപ്ലീറ്റ് കറങ്ങാം. ഇവിടെ എത്ര പേർക്കൊക്കെ വരാം? അങ്ങനെ നമുക്ക് പിന്നെ 70 കയാക്ക് ഉണ്ട്. 70 കയാക്ക് അറ്റ് ടൈം 70 കയാക്കിന് നമുക്ക് ഇറക്കാൻ പറ്റും. 70 കയാക്ക് ഉണ്ട് കേട്ടാ. എല്ലാ ലൈഫ് ഗാർഡും ആൾക്കാരും അവരെ കൂടെ തന്നെ ഉണ്ടാവും. വല്ല ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് NIWS എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ട്രെയിൻ ചെയ്യുന്നത്. പിന്നെ അല്ലാത്ത ആൾക്കാരും ഉണ്ട്, പക്ഷെ അവരെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് നിർത്തിയിരിക്കുകയാണ്. ലൈസൻസ് എടുക്കാത്ത ആൾക്കാരുണ്ട്, പക്ഷെ അവരും വെൽ ട്രെയിൻഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസം അവർക്കുള്ള ഈ സേഫ്റ്റിയുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാം പറഞ്ഞു. NIWSൻ്റെ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ളവർ തന്നെയാണ് ഇവരും.
കയാക്കിങ്ങിലാണ്. നോർമൽ കയാക്കിങ്ങിൽ 30 മിനിറ്റ്സിന് 100 രൂപയാണ് വരുന്നത്. അപ്പോൾ സിംഗിൾ കയാക്കിലാണ് കയറി ഒറ്റയ്ക്ക് തുഴഞ്ഞ് പോകാനുള്ള പരിപാടിയാണ്. എങ്ങനെയുണ്ടെന്നറിയില്ല, നോക്കി നോക്കാം. അടിപൊളിയാന്ന് തോന്നുന്നുണ്ട്. മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത് തന്നെ കണ്ടൽക്കാട് കാണാൻ വേണ്ടിയിട്ടാണ്. കയാക്കിൽ കണ്ടൽക്കാട് കാണാൻ പോകണം. 3 മണിക്കൂറാണ് വരുന്നത്. ഒരാൾക്ക് 500 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. കണ്ടൽക്കാട് കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു സവാരി അടിപൊളി, വേറൊരു വൈബാന്ന് കേട്ടിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ വെള്ളം കുറവാണ്. അപ്പോൾ പോയാലും ഒരു രസം ഉണ്ടാവില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമ്മളങ്ങോട്ട് പോകണില്ല. വരികയാണെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു ദിവസം രാവിലെ വന്നിട്ട് അതും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. 6:15 ഞങ്ങളിപ്പോൾ ഒരു 4 മണിക്ക് ഇപ്പോൾ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു. വേലിയിറക്കം കാരണം നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റിയില്ല. ഇനി ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അടുത്തൊരു വീഡിയോയിൽ എന്തായാലും കാണിക്കുന്നതായിരിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇപ്പോൾ ഈ വഞ്ചിയിൽ കയറുന്നതായാലും എല്ലാം മൊത്തത്തിൽ അമീർ ഖാൻ്റെ അടുത്തും പിന്നെ മകൻ റാവുഫിൻ്റെ അടുത്തും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് ഇവിടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനായാലും ട്രെയിൻ ചെയ്തിട്ടായാലും എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാനിപ്പോൾ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.